നന്നായി അധ്വാനിക്കുന്ന ഒരാൾക്ക് അവൻ്റെ വേഷത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ആവലാതിപ്പെടാൻ സമയമുണ്ടാവില്ല. പുറമേ കാണുന്ന ഈ സൗന്ദര്യത്തിൻ്റെ അപ്പുറത്ത് സ്വന്തം ജീവിതത്തിന് സൗന്ദര്യം പകരാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ളവരെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാവും. എന്ത് കോലായത്, കുറച്ച് വൃത്തിയായിട്ടൊക്കെ നടന്നൂടെ എന്നൊക്കെ പറഞ്ഞ് അവരെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഈ വിമർശിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുഖത്ത് മുഴുവൻ ചായവും പൂശി, കണ്ണിൽ കുറെ കൺമഷിയും വാരിത്തേച്ച്, കൈമുട്ടിന് മേലെയും കാൽമുട്ടിന് താഴെയും 3-4 കീറുള്ള പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുന്ന ചില വീരശൂര പരാക്രമികളെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ അവരൊന്നും നേടിയിട്ടുണ്ടാവില്ല, എന്നാൽ നടത്തമൊക്കെ കണ്ടാൽ തോന്നും അവരാണ് ഈ രാജ്യത്തെ രാജാക്കന്മാരെന്നും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിലരുണ്ട് ചില നാട്ടിൽ. സ്വന്തമായിട്ടൊരു ജോലിയോ ഒരു വരുമാനമോ ഒന്നും ഉണ്ടാവില്ല. ആരോഗ്യമുണ്ടെങ്കിലും കനമുള്ള ജോലി ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉറക്കൊഴിഞ്ഞാൽ സൗന്ദര്യം പോകൂലേ? ഭാരിച്ച ജോലികളൊക്കെ ചെയ്താൽ കൈയിനോ കാലിനോ വല്ല പരിക്കോ പറ്റിയാൽ എന്ത് ചെയ്യും? പോയില്ല എല്ലാം. സൗന്ദര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ വിവരദോഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ പറയുന്ന എല്ലാവരുടെ കാര്യമല്ല, കുറച്ച് പേരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ പ്രധാനമായിട്ട് ചെയ്യുന്നത് മാന്യമായി ജോലി ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് വിമർശിക്കുക എന്നുള്ളതാണ്. നന്നായി അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് കാണാൻ ഭയങ്കര സംഭവമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ഡ്രസ്സിൽ അല്പം അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ആ വ്യക്തി ഊണും ഉറക്കുമില്ലാണ്ട് ഇതുപോലെ അഴുക്കും കഷ്ടപ്പാടും വേദനകളും ഒക്കെ സഹിച്ചാണ് തൻ്റെ മക്കളുടെ ജീവിതം നിറമുള്ളതാക്കി തീർക്കുന്നത്. ഒരു കുറവും വരാതെ അവരെ വളർത്തുന്നത്. ഒരു കുറവും ഇല്ലാതെ അവർ വളർന്നു കഴിയുമ്പോൾ കുറവുള്ളവരൊക്കെ അവരുടെ കണ്ണിൽ മോശക്കാരായി. അങ്ങനെ പറഞ്ഞ് വളർത്തി വലുതാക്കിയവരെ വരെ അവർ തള്ളിപ്പറയും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഭംഗിയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. മനസ്സിൻ്റെ ഭംഗി ആരും തന്നെ കാണുന്നില്ല. അതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.